പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാല ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ലൈസൻസിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ വെടിമരുന്ന് സൂക്ഷിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ കേസ്. മുതലമട വെള്ളാരം കടവിൽ പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണശാലയ്ക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഇപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നു. അത് അനുവദിച്ചതിൽ കൂടുതൽ മരുന്നുകൾ അവിടെ ശേഖരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാരം കടവിൽ പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണശാലയ്ക്കെതിരെ സ്വാഭാവികമായിട്ടും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തുടർന്നുള്ള പരിശോധനയും നടപടിയുമായിട്ടുള്ള നീക്കങ്ങളാണോ ഇത്? ജിൽസി, തിരുവമ്പാടിയുടെ ഈ പടക്ക നിർമ്മാണശാലയിൽ വലിയ സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ പാറമക്കാവ് ദേവസ്വത്തിന് വേണ്ടി ഈ വെടിക്കെട്ട് നടത്താനായുള്ള പടക്കവും അതോടൊപ്പം തന്നെ വലിയ കരിമരുന്ന് പ്രയോഗത്തിനുള്ള സാമഗ്രികളും സൂക്ഷിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത പാലക്കാട് ജില്ലയിലെ മുതലമട വെള്ളാരം കടവിലെ ഈ പടക്ക നിർമ്മാണശാല ഈ റെയ്ഡ് ചെയ്യുന്നത്. ഇതിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുമാണ് പരിശോധന നടത്തിയത്. ഇതിൽ ലൈസൻസിൽ അനുവദിച്ചതിനേക്കാൾ എത്രയോ കൂടുതലാണ് അവിടെ സൂക്ഷിച്ചിരുന്ന വെടിമരുന്നുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്രം പൂർണ്ണമായി സീൽ ചെയ്തത്. ഇനി ഇതിന്റെ ലൈസൻസ് ഉടമയായ കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെ ഈ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അനുവദിച്ചതിനേക്കാൾ കൂടുതൽ ഈ വെടിമരുന്ന് കൈവശം വെച്ചതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ നിലവിൽ പടക്ക നിർമ്മാണശാല പൂർണ്ണമായി പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, അടുത്ത ദിവസങ്ങളായി സാമ്പിൾ വെടിക്കെട്ടും ഈ നടക്കേണ്ടതായിരുന്നു. അതിനിടയ്ക്കാണ് അപകടം നടക്കുന്നത്. ഇനി എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഈ പടക്കങ്ങൾ വിട്ടു നൽകാനുള്ള ഒരു സാധ്യത ഇല്ല. ഇനി ഇത് എന്ത് ചെയ്യണം? അതായത് ഈ നിറച്ച വെടിമരുന്നുകൾ അത് പൊട്ടിച്ചു കളയുക മാത്രമാണ് വഴി. അത് ഇനി ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് ഈ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കുക. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.